ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. സാധാരണ മിക്സിയിലാണ് ഞാനിതിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓവനൊന്നും വേണമെന്നില്ല. പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ടേബിൾ സ്പൂണാണ്. ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 കപ്പ് മൈദയ്ക്ക് ഉള്ള അളവാണ് കേട്ടോ ഞാൻ പറയണത്. നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരിക. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. കാരണം നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഈ പൊടിയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ ജാറിലേക്ക് തന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുകയാണ് കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് മുട്ടയുടെ സ്മെല്ലൊന്ന് പോവാതെ വേണ്ടിയിട്ടാണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ പൊടി ചേർത്താലും മതി. ഇനി അത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരിട്ട് അടിക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ആ മുട്ടയൊന്ന് കലങ്ങി വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചുകൊണ്ടുവരിക. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയത്ത് അടിക്കരുത്. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. അതിനുശേഷം നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരിക. അപ്പോൾ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്ററിലിട്ട് അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർന്നപ്പോൾ ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതേ സമയത്ത് ഞാനിവിടെ ഗ്യാസുമ്മേ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ കപ്പ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒരു പഴയ റിങ്ങും കൂടി നിറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പ് കേക്കൊക്കെ നിരത്തി വെക്കാൻ പാകത്തിനുള്ള ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റ് സ്റ്റീലോ അലുമിനിയോ ഏതാണെങ്കിലും എടുക്കാം. അതിൻ്റെ അരികുവശം നമ്മുടെ അലുമിനിയം പാത്രത്തിൽ മുട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ പഴയ ഒരു ദോശച്ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്ന് ഇവിടെ ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ബാറ്ററൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് വടിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ നിറച്ചെടുത്തിട്ട് തന്നെയുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, അതുപോലെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുക. ഒന്നുകിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അരിച്ചിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടികളെല്ലാം തന്നെ നന്നായിട്ട് മിക്സാക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് സോഡയും പൗഡറും എല്ലാം ഒന്നും മിക്സായി വരില്ല. ഇനി ഞാൻ കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ളത് പേപ്പറിൻ്റെ കപ്പ് മോൾഡാണ് കേട്ടോ. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സാധാരണ പേപ്പറിൻ്റെ ഗ്ലാസ് കിട്ടില്ലേ, നമ്മൾ സദ്യക്കൊക്കെ പായസത്തിനൊക്കെ അങ്ങനത്തെ പേപ്പറിൻ്റെ കപ്പ് ഉണ്ടെങ്കിൽ അതിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം എൻ്റെ കയ്യിലുള്ള കാരണം കേട്ടോ ഞാനിത് എടുക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു കപ്പിൻ്റെ ഷേപ്പിൽ തന്നെ ആയിരുന്നു ഇരുന്നത്. പക്ഷെ അത് മോളൊക്കെ എടുത്ത് കളിച്ചത് ഇങ്ങനെ ഷേപ്പൊക്കെ പോയി. അപ്പോൾ ഞാൻ ഒരു കപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ടൈറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ അത് കപ്പിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ പേപ്പർ ഇല്ലെങ്കിൽ ഇത് നമ്മുടെ സാധാരണ ഗ്ലാസ്സിലായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സ്റ്റീൽ ഗ്ലാസ്സിൽ ഏത് പാത്രത്തിലാണെങ്കിലും നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിൽ വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കപ്പ് ഇതുപോലെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക.
ഈ ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയും പഞ്ചസാരയുടെയൊക്കെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പൊടികളുണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ മുട്ട പതഞ്ഞ് വന്നതൊക്കെ താന്നു പോവും. അപ്പോൾ നന്നായിട്ട് ബേക്കായി കിട്ടില്ല. അപ്പോൾ എല്ലാ പൊടികളും ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ പാൽപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പം നല്ല ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പാലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് നല്ല തണുത്ത പാലെടുക്കണ്ട, റൂം ടെമ്പറേച്ചറിലുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള പാലോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ലൂസായി പോരുത്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. എൻ്റെ നല്ല കട്ടിയായ കാരണമാണ് ഞാൻ ചേർത്തത്. ഇനിയിപ്പോൾ കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതി. ഇനി ഇത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്താണ് ചേർത്ത് കൊടുക്കുന്നത്, ഉള്ളിൽ കടിക്കാനായിട്ട് എന്താണ് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അണ്ടിപ്പരിപ്പാണോ അല്ലെങ്കിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറുതാക്കി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ചോക്കോ ചിപ്സൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളത് എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വലിയ 2 ടേബിൾ സ്പൂൺ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിന്ന് എടുത്തിട്ട് നമ്മുടെ ഈ പേപ്പറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പേപ്പർ മോഡലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രമാണ് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് നിറച്ച് ഒഴിക്കരുത്. ഒരുപാട് നിറച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അങ്ങോട്ട് പൊങ്ങി വരില്ല. അപ്പോൾ ഈ പേപ്പർ മോൾഡിൽ പകുതി ഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കണ്ടില്ലേ, ഇത്രയും തിക്നെസ് വേണം കേട്ടോ ഒഴിക്കുമ്പോൾ. ഒരുപാട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇത്രയും ഒരു കട്ടിയിൽ വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാവാൻ. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. ചെറി ഉണ്ടെങ്കിൽ അതൊക്കെ, അല്ലെങ്കിൽ വീണ്ടും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോ കപ്പുകൾ ഇറക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് ഈ പേപ്പർ കപ്പ് ആയ കാരണം അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റ് ഷേപ്പിലല്ല കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി മറ്റേ സാധാരണ പേപ്പറിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ വെച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി പിന്നീട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു വെയിറ്റും കൂടെ കയറ്റി വയ്ക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ സ്മെല്ല് വരുന്ന സമയത്ത് തന്നെ നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ എൻ്റെ ഒരു 13 മിനിറ്റ് 14 ആയപ്പോഴേക്കും നല്ല മണം വന്നു. അപ്പോൾ തന്നെ തുറന്ന് നോക്കണം കേട്ടോ. ഒരുപാട് സമയം വെച്ചിരുന്നാൽ കരിഞ്ഞു പോവും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഷേപ്പൊക്കെ കുറച്ചൊന്ന് പരന്ന് പോയിട്ടുണ്ട് കേട്ടോ. അത് ഈ പേപ്പർ മോൾഡിൻ്റെ കുഴപ്പമാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി പതുക്കെ ഓരോന്ന് എടുത്ത് മാറ്റാം. പിന്നെ ഞാൻ അടുത്ത ഒരു 3 എണ്ണം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് മൊത്തത്തിൽ 6 കപ്പ് കേക്കാണ് ഈ 1/2 കപ്പ് മൈദ വെച്ചിട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. 1/2 കപ്പ് മൈദയും 1 മുട്ടയും വെച്ചിട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി ഇതും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കപ്പ് കേക്ക് വന്നിട്ടുണ്ട്. ഷേപ്പിൽ മാത്രമാണ് കുറച്ചൊരു പ്രശ്നം പറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയം വെച്ചിരുന്നാൽ അടിഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ കണ്ടില്ലേ ഉള്ളിലൊക്കെ നിറച്ചും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട കാരണം തന്നെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഓരോ കടിയിലും ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇനി ഓവനും ബീറ്ററൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കരുത്. ഒരു 4 മണിക്ക് പിള്ളേർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് നല്ല സന്തോഷമാവില്ലേ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് മധുരമൊക്കെ ആകുമ്പോൾ പിള്ളേരൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ മടി പിടിച്ചിരിക്കാണ്ട് എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.